प्रेज़ द लॉर्ड കർത്താവ് നമുക്ക് നല്ലൊരു അവസരം കൂടെ തന്നു. प्रभु का महिमा हो। प्रभु ने और एक अवसर हमारे लिए दान दिया। കർത്താവിന്റെ വചനം നമുക്ക് ഹൃദയത്തിൽ മധുരമായ ഒരു ആഹാരമായി തീരട്ടെ. प्रभु का वचन हमारे लिए, हमारा जीवन के लिए बहुत मीठा बने। ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഹൃദയത്തെ തിരിക്കാം. अभी आज और एक बार हम अपना दिल प्रभु के वचन की ओर हम लगाए। നമ്മൾ 1 ശമൂവേൽ 2-ാം അധ്യായം അതിന് 30-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഏലിയുടെ മക്കളോടുള്ള ബന്ധത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. हम लोग पहला शमूएल 2 अध्याय का 30 वचन की आखिरी भाग में एली की संतान के बारे में प्रभु एक बात कहता है, जो मेरी आदर करेगा मैं उनका आदर करूंगा। അപ്പൊ അതിനുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഞാൻ അടിമദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിങ്ങളെ ഞാൻ ഉയർത്തി, നിങ്ങളെ മാനിച്ച് എനിക്ക് സൂക്ഷിക്കാൻ പൗരോഹിത്യം സൂക്ഷിച്ചു തന്ന് ഞാൻ നിങ്ങളെ മാനിച്ചു. उसके बारे में प्रभु उनको कहता है कि मैंने तुम लोगों को, तुम्हारा पुरखों को मैं उस प्रकार का बंधन से, बांधवाई से लाया और मैं तुमको याचकपन का इतना बड़ा पदवी भी दे करके मैं तुम्हारा आदर किया। അങ്ങനെ ദൈവം നമ്മളെ ആദരിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്, ഇനി എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് പറയും. यहाँ पर हम देखते हैं कि प्रभु ने हमारे आदर किया, इसके बाद प्रभु कहता है जो मेरी आदर करेगा मैं उनका आदर करूंगा। അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവത്തെ ബഹുമാനിക്കുന്നവനെ ദൈവം ബഹുമാനിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പത്തികമായി എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കുമ്പോൾ അതാണ് ദൈവത്തെ മാനിക്കുന്നത് എന്നുള്ളതാണ്. साधारण रीति में हम लोग क्या हमको लगता है कि अगर हम प्रभु का आदर करेगा तो प्रभु हमको भी आदर करेगा। इसका मतलब प्रभु ने हमें दिया हुआ आशीर्वाद से प्रभु को हम देगा तो प्रभु हमको भी हमारा सम्मान करेगा, ऐसा हम सोचते हैं। അങ്ങനെ വചനമുണ്ട്. और उसी प्रकार का वचन भी है। നമ്മൾ സദൃശ്യവാക്യം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. नीति वचन, नीति सूत्र उसका 3 अध्याय का 9 वचन में हम पढ़ता है, प्रोवेर्ब्स चैप्टर 3 वर्स 9, नीति वचन 3 का 9। अपने संपत्ति के द्वारा और अपनी भूमि की सारी पहली उपज दे देकर यहोवा की प्रतिष्ठा करना। അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. അവരെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന് നല്ല ദേശം കൊടുത്ത് അവരെ മാനിച്ചതിന് ശേഷമാണ് ദൈവം പറയുന്നത്, നിന്റെ ആദ്യ വിളവ് കൊണ്ട് ബഹുമാനിക്കാന്ന് പറയുന്നത്. इस प्रकार प्रभु कहने का अर्थ क्या है कि प्रभु ने मिस्रैम की गुलामी से उनको लेकर आकर के उन्हें अच्छा देश दिया, उनको आशीष दिया। इसके बाद में प्रभु कहता है कि तुम्हारा पहली उपज से तुम प्रभु मेरा सम्मान करना। ദേശം എന്റെയാണ്, ദേശം വിൽക്കരുത്, ദേശത്ത് തരുന്ന ഫലം എന്റെയാണ്. എന്നാൽ എന്നെ മാനിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ദേശത്തിന്റെ ആദ്യ ഫലം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ദൈവം അവരെ മാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ദൈവം കൃപ കൊടുക്കുകയാണ് ദൈവത്തെ മാനിക്കുക. देश प्रभु का है, देश में होने वाला फल प्रभु का है, ये सारे बातें प्रभु उनको देने के बाद में प्रभु उनसे कहता है कि यदि तुम मेरे आदर करेगा मैं तुम्हारा आदर करूंगा। അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ ഞാൻ ദൈവത്തെ മാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ദൈവഹൃദയത്തിന്റെ പൂർണ്ണ ആ സന്ദേശം നമ്മളിൽ എത്തിയില്ല എന്നാണ്. अगर इसको ना समझ करके, मतलब ये प्रभु के ओर से मिला हुआ आशीष के बाद में प्रभु ने मुझे दिया हुआ व्यवस्था है, ये ना जान करके अगर हम प्रभु के लिए दशांश भी दे दे तो इसका मतलब क्या है कि हमने वास्तव में प्रभु का सम्मान नहीं किया, क्योंकि हमारा विचार हम तो कुछ प्रभु के लिए मेहरबानी किया, ऐसा बात हो गया। നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ വീണ്ടും 14-ാം അധ്യായം പ്രോവേർബ്സ് 14-ന്റെ 31-ലും ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. इसी संबंध में हम लोग नीति वचन 14 अध्याय का 31 वचन में भी हम लोग तकरीबन इसी अनुसार एक मानव वचन हम पाता है, प्रोवेर्ब्स उसका 14 अध्याय का 31 वचन। जो कंगाल पर अंधेर करता वो उसके कर्ता की निंदा करता है, परंतु जो दरिद्र पर अनुग्रह करता वो उसकी महिमा करता है। അപ്പോൾ ഇത് നമ്മളൊരു സാധാരണ രീതിയിൽ പാവപ്പെട്ടവരായ ഭിക്ഷക്കാർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മാനിക്കുന്നു അല്ലെങ്കിൽ ദരിദ്രരോട് കരുണ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാം ദൈവത്തെ ബഹുമാനിക്കുന്നു എന്ന് ആ അർത്ഥത്തിൽ മാത്രം ദൈവ ബഹുമാനം പരിമിതപ്പെടുത്തുന്നു. इसको पढ़ने के बाद में कई लोगों को क्या लगता है कि अगर हमने कुछ कंगाल लोगों को, दरिद्र लोगों को कुछ दिया है तो हम प्रभु को सम्मान कर रहा है। ये ऐसा सोच करके हम प्रभु का आशीष को एक सीमित कर देता है। നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, വിശേഷാല് അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരുമ്പോൾ പത്രോസിനെയും കൂടെയുള്ളവരെയും യഹൂദന്മാരുടെ വേലയ്ക്ക് വേണ്ടി ആക്കി
പൗലോസിനെയും കൂട്ടരെയും ജാതികളുടെ വേലയ്ക്ക് വേണ്ടിയാക്കി. അപ്പൊ യെരുശലേം സഭ ഒരു കാര്യം പറയുന്നു, ദരിദ്രരോട് നിങ്ങൾ പ്രത്യേകം കരുണ കാണിക്കണത് ഗലാത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. जब हम लोग देखते हैं कि प्रेरितों का जीवन में भी जब पत्रोस और कुछ मतलब बाकी चेलों को यहूदियों के बीच में कार्य करने के लिए और पौलोस और कुछ लोगों को जातियों के बीच में सेवा करने के लिए अलग किया, उस समय में हमारा पत्रोस बोलने वाली एक बात है कि तुम जातियों का स्तुति रखना। बोलने का अर्थ जब गलातियों 2 अध्याय का 10 वचन में ऐसा कहता है, गलातियों 2 अध्याय का 10 वचन, केवल यह कहा कि हम कंगालों की सुधि ले और इस काम को करने का मैं आप ही प्रयत्न करता रहा था. ഓക്കെ, അപ്പോൾ സഭയുടെ പൊതുവായ ഒരു തത്വം സാധുക്കളെ ബഹുമാനിക്കണമെന്നൊക്കെയാണ്. इसका मतलब मंडली का एक आम एक जिम्मेवारी कि हम गरीबों का मदद करना चाहिए. എന്നാൽ അത് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്നേഹത്തിൽ ചെയ്യണം, കരുണയിൽ ചെയ്യണം. അത് ദൈവത്തിന്റെ കൃപ ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന് ബഹുമാനമാകുന്നത്. परंतु जब हम ये काम करता है, ये काम हम कैसे करना चाहिए? प्रभु का प्रेम में करना चाहिए, प्रभु का अनुग्रह से करना चाहिए, प्रभु का महिमा के लिए करना चाहिए, तभी हमारा प्रभु का नाम महिमा पाएगा. നമ്മൾ 12-ാം അധ്യായം റോമലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വാക്യം വായിക്കുന്നു. रोमियों 8-ാം വാക്യത്തിൽ का पत्र 12 अध्याय का 8 वचन में ऐसा पढ़ता है, അവിടെ ഇങ്ങനെ നമ്മളെ കരുണ ചെയ്യുന്നവൻ, അല്ലെങ്കിൽ നമ്മള് സാധുക്കളെ ആണെങ്കിൽ ആരോടും കരുണ ചെയ്യുന്നവൻ അത് ആർദ്രതയോടെ അല്ലെങ്കിൽ മനസ്സലിവോടെ, ദൈവത്തിന്റെ മനസ്സലിവോടെ ചെയ്യണമെന്നുണ്ട്. यहाँ पर रोमियों का पत्र 12 अध्याय का 8 वचन पढ़े, जो उपदेशक हो वह उपदेश देने में लगा रहे, दान देने वाला उदारता से दे. വെറുതെ അങ്ങ് ദാനം ചെയ്യല്ല, ऐसा दान नहीं रहता, उदारता से दान देना. അപ്പൊ ദൈവത്തിന്റെ മനസ്സലിവ് നമ്മളിൽ വന്നിട്ട്, കാരണം ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ അന്യപ്പെട്ടു പോയവനായിരുന്നു, എന്നെ ദൈവം രക്ഷിച്ച് എന്നെ മാനിച്ചു. അപ്പോൾ ആ ദൈവസ്നേഹം ഓർത്തിട്ട് ദൈവത്തിന്റെ കൃപ ഉള്ളിൽ വന്നിട്ട് നമ്മള് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. इसका मतलब हम जब ये काम करता है तो हम अपनी तरफ से नहीं, प्रभु की प्रेम और प्रभु की करुणा हमारे जीवन में आकर के प्रभु को प्रकट करने लायक हम इन कामों को करना. അപ്പൊ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ദാനം ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്യുന്നത് കൊണ്ടോ അതിൽ പരിമിതപ്പെടുത്താതെ ദൈവഹൃദയത്തിലെ മുഴുവൻ ആശയവും നമ്മൾ ഗ്രഹിച്ചാൽ അത് എത്ര അനുഗ്രഹമാണ്. जब हम प्रभु का वचन में अभी पहले हमने पढ़ा था, पहले शामिल 2 अध्याय का 30 वचन के आखिरी भाग में, जो मेरी आदर करेगा मैं उनका आदर करूंगा. इसका मतलब मैं मेरी तरफ से मैं कुछ करता है या मैंने कुछ अच्छा काम किया, इसमें सीमित ना करते हुए प्रभु की उस अनुग्रह के अनुसार प्रभु की प्रेम में विवेश होकर के जब करता है तभी प्रभु का महिमा होता है. उसी रीति में हमें समझना भी चाहिए. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാതികളായിരുന്നു നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതും സ്നേഹിച്ചതും നമ്മളെ ഉയർത്തി വെക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ്. हम लोग एक समय में हम सब जानते हैं कि हम यहूदी नहीं थे, हम जाति के लोग थे, तो प्रभु ने हमें इतना ऊंचा अनुभव में प्रभु ने हमको लेकर आया. നമ്മൾ റോമലേഖനം 9-ന്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? रोमियों का पत्र 9 अध्याय का 24 वचन में हम कैसे पढ़ता है, കോപപാത്രങ്ങളായിരുന്ന നമ്മളെ हम लोग क्रोध के पात्र थे, ദൈവം കരുണാപാത്രമാക്കി. प्रभु ने करुणा का बर्तन बनाया. അവിടെ ഒരു പ്രത്യേക പദം പറയുന്നുണ്ട്, ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം നമ്മളിൽ വെക്കുവാൻ അവന് പ്രിയം തോന്നി. वहां पर एक विशेष पद ऐसा है कि प्रभु का उस महिमा का धन हमारे में उंडेलने के लिए या हमारे में रखने के लिए प्रभु प्रसन्न हुआ. 24 पढ़ो. उसका 24 पढ़िएगा. 23 से. हाँ 23 से. और दया के बर्तनों पर जिन्हें उसने महिमा के लिए पहले से तैयार किया, अपनी महिमा के धन को प्रकट करने की इच्छा की, अर्थात हम पर जिन्हें उसने न केवल यहूदियों में से वरन अन्य जातियों में से भी बुलाया. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മളെ ഒരു പ്രയോജനം ഇല്ലാത്തവരായിരുന്നു. यहाँ पर हम देखते हैं कि हम लोग प्रभु के लिए किसी प्रकार का काम का नहीं थे. അപ്പം ദൈവം തന്റെ പുത്രനെ, ആ തേജസ്സിന്റെ ധനത്തെ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അത് നമ്മളെ രക്ഷിക്കപ്പെടുമ്പോൾ ഈ ധനം നമ്മുടെ ഉള്ളിൽ വെച്ച് ദൈവം നമ്മളെ മാനിക്കുകയാണ്. जब हम लोग हमारा उस महिमा का धन प्रभु यीशु मसीह वो हमारे में रहता है, प्रभु हमें क्या करता है, इस महिमा का धन यीशु मसीह को हम में रख करके हमारी आदर करता है. നമ്മൾ കൊരിന്ത ലേഖനത്തിൽ കൊരിന്തിരെ വളരെ താണ രീതിയിലുള്ള നിലവാരം ജീവിതത്തിൽ ജീവിച്ചവരാണ്. हम कोरिन्थो मंडली के बारे में हम देखते हैं कि वो लोग बहुत मतलब नीचा अवस्था का एक जीवन बिताया. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ ഗ്രഹിച്ചാൽ നിങ്ങൾ മാന്യമായ ഒരു ജീവിതം, ദൈവം ആദ്യം നമ്മളെ മാനിച്ച് ഉന്നതമായ ഒരു നടത്തത്തിന് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. वहां पर पौलुस उनको ये बात बताता है कि
मतलब जब प्रभु की आत्मा तुम में रहता है, प्रभु की आत्मा रहने लायक कि तुम लोगों को प्रभु ने मतलब चुन करके ऐसा कार्य किया, ये बात ध्यान करके हम जीवन बिताएगा तो वो प्रभु का महिमा है। നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ ദൈവം ചെയ്തത് എന്താണ്? हमारा पाप से हमें छुटकारा देने के लिए प्रभु ने क्या किया? നീതിമാനായ യേശു ക്രിസ്തു നീതികെട്ട നമ്മളെ ദൈവത്തിന് അടുപ്പിക്കാൻ അവൻ നമുക്ക് വേണ്ടി പാപനിമിത്തം കഷ്ടം അനുഭവിച്ചു. धर्मी प्रभु यीशु मसीह हम पापियों को प्रभु के निकट लाने के लिए हमारे लिए उन्होंने कष्ट सहा। അപ്പൊ ദൈവത്തെ മാനിക്കുന്നതിനുള്ള ബന്ധത്തിൽ നമ്മളെ ദൈവം മാനിച്ചതിനെ കുറിച്ചുള്ള ഒരു തികഞ്ഞ പരിജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവത്തെ മാനിക്കുന്നതായിരിക്കും. जब परमेश्वर ने हमारा किस रीति में आदर किया और उस प्रभु को अगर हमें सम्मान करना है तो उस प्रभु ने हमारे लिए किया हुआ बातों को हम समझेगा, तभी हम प्रभु का आदर कर पाएगा। നമ്മളെ ഇരുട്ടിന്റെ അവകാശം എന്ന് വിളിച്ച് നമ്മളെ പുത്രന്റെ രാജ്യത്തിലാക്കിയ പിതാവിന് നന്ദി പറയാനാണ്. അത് രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ ആ അവസ്ഥയിലേക്ക് അവൻ എത്തി. हम लोग कहाँ पढ़े थे? अंधकार के राज्य में पढ़े थे। वहां से प्रभु ने हमें अद्भुत ज्योति में लाया ताकि हम आभार भरा दिल से प्रभु को महिमा कर पाए। നമ്മുടെ 14 വാക്യം കൊലോസ്യ ലേഖനം 1:14 നമ്മൾ വായിക്കുന്നു. यहाँ पर हम कोलोसियों का पत्री हिंदी में उसका 13 है, 13 वचन में हम पढ़ता है कि हम कहाँ थे? कोलोसियों का पत्री उसका पहला अध्याय उसका 13 वचन। അതല്ല 14 അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ 13 और 14 वचन दोनों पढ़ लीजिए। उसी ने हमें अंधकार के वश से छुड़ाकर अपने प्रिय पुत्र के राज्य में प्रवेश कराया, जिससे हमने छुटकारा अर्थात पापों की क्षमा प्राप्त होती है। പ്രൈസല്ലോ. അപ്പൊ നമുക്ക് പാപക്ഷമ കിട്ടിയത് എങ്ങനെയാണ്? हमें पाप क्षमा कैसे मिला? ഇങ്ങനെയുള്ളൊരു പുത്രൻ, इस प्रकार महान प्रभु यीशु मसीह ऐसा पुत्र। നമുക്ക് പാപക്ഷമ തന്ന പുത്രന്റെ മഹത്വം പിന്നെ താപ്പോട്ട് വായിക്കുന്നത്. हमारा इसके बाद में प्रभु यीशु मसीह की महिमा का बारे में हम नीचे को पढ़ता है। നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തി മരിക്കാൻ ദൈവം അനുവദിച്ച ഈ പുത്രൻ ആരാണ്? हमारे लिए इस रीति में लहू बहा करके मरने के लिए हमारे लिए दिया हुआ ये पुत्र प्रभु यीशु मसीह वो कौन है? 15 വാക്യം മുതൽ വായിക്കാണ് താപ്പോട്ട്. उसका 15 वचन से नीचे जब हम पढ़ता है, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ താപ്പോട്ട് വായിച്ചാട്ട് वो कौन है? वो अदृश्य परमेश्वर का प्रतिरूप है। आप नीचे पढ़िएगा। वह तो अदृश्य परमेश्वर का प्रतिरूप और सारी सृष्टि में पहलौठा है, क्योंकि उसी में सारी वस्तुएं की सृष्टि हुई, स्वर्ग की हो अथवा पृथ्वी की, देखी या अनदेखी, क्या सिंहासन का प्रभुता है, क्या प्रधानता है, क्या अधिकार, सारी वस्तुएं उसी के द्वारा और उसी के लिए सृजी गई है। वही सब वस्तुओं में से प्रथम है और सब वस्तुएं उसी की स्थिर रहती है। वही देह अर्थात कलीसिया का सिर है, वही आदि है और मरे हुओं में से जी उठने वालों में पहलौठा कि सब बातों में वही प्रधान ठहरे। क्योंकि അപ്പോൾ ദൈവത്തിന് തരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഇതിൽ കവിഞ്ഞൊന്നില്ല. मतलब परमेश्वर को हमारे लिए इससे बढ़कर के कुछ देने के लिए नहीं। നമ്മളെ ബഹുമാനിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാതെ നമ്മളെ ബഹുമാനിക്കാൻ ഇതിൽ കവിഞ്ഞ് തരാൻ ദൈവത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. हम किसी प्रकार का आदर का योग्य नहीं था, तो भी प्रभु ने हमें आदर करना चाहा, तो प्रभु जो हमारा आदर किया, इससे बढ़कर के अभी आदर करने के लिए और कुछ भी नहीं। അങ്ങനെ ഈ ക്രിസ്തുവിനെ നമ്മൾ ലഭിച്ചു കഴിയുമ്പോൾ इस रीति में जब हम प्रभु को प्राप्त करने के बाद നാം ദൈവത്തെ മാനിക്കുന്നെങ്കിൽ अगर हम प्रभु का आदर करें तो ഈ പുത്രന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നാണ് വായിക്കുന്നത്. यहाँ पर हम देखते हैं कि इस पुत्र को हमें प्रथम स्थान देना चाहिए करके यहाँ पर पढ़ता है। അവിടെ 17 വാക്യത്തിൽ അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരം, അവൻ സഭയുടെ ശിരസ്സാകുന്നു, അവൻ ആരംഭവും അവസാനമാകുന്നു. എന്നിട്ട് വായിക്കുകയാണ് അവൻ ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. यहाँ पर कोलोसियों का पत्री पहला अध्याय का 17 और 18 वचन में अगर हम पढ़ेगा तो मतलब वो सबसे पहला है और उसके द्वारा सब कुछ है, उसके लिए सब कुछ है और वो सबका सिर है और उसी को पहला स्थान देना, ये हम देखते हैं। वो हमारा पढ़िएगा आप हिंदी में। वही सब वस्तुओं में प्रथम है, वही सब वस्तुओं में प्रथम है और वह सब वस्तुओं में स्थिर रहती है। वही देह अर्थात कलीसिया का सिर है, वही आदि है और मरे हुए में से जी उठने वालों में पहलौठा कि सब बातों में वही प्रधान ठहरे। सब बातों में वही प्रधान ठहरे। അപ്പൊ ഈ പുത്രനെ നമ്മൾ മഹിമപ്പെടുത്തി, ഈ പുത്രനെ തന്നതിൽ നമ്മൾ അത് ഓർക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ജീവിതം മരിക്കുന്നത് വരെയും ദൈവത്തെ മാനിക്കാനുള്ള ഒരു പരിജ്ഞാനം കിട്ടുകയാണ്. यदि हम उस प्रभु यीशु मसीह को अगर हम याद करता है तो हमारे जीवन में हम मृत्यु तक प्रभु को सम्मान करके जीवन बिताने का एक आत्मा का प्रेरणा हमें मिलता है। നമുക്ക് അങ്ങനെ പരിജ്ഞാനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും ദശാംശം കൊടുക്കുമ്പോൾ ദൈവത്തെ ബഹുമാനിക്കുന്നു,
വേദപുസ്തകം അല്ലെങ്കിൽ പള്ളിയിലൊന്നും പോയാൽ ദൈവത്തെ ബഹുമാനിക്കുന്നത്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. अगर हम इस प्रकाश अगर नहीं मिलेगा तो हमारा विचार क्या है, हाँ मैं तो देशांश लेता है ना, नहीं तो मैं मेरे को जब तक होता है मतलब संभव है मैं संगति में जाता है, ऐसे ऐसे बोल करके प्रभु का उस सम्मान या आदर को हम सीमित कर देते हैं. അപ്പം ദൈവഹൃദയത്തിൽ ഏറ്റവും പ്രധാനം തൻ്റെ പുത്രന് ഒന്നാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ യഥാർത്ഥത്തിൽ മാനിക്കും. हमें ये बात को जानना है कि परमेश्वर के दिल में जब हम पुत्र को हमारे जीवन में प्रथम स्थान देता है तभी हम प्रभु को वास्तव में आदर करता है. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ നമുക്ക് പഴയ നിയമത്തിൽ നമ്മൾ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ഒന്നാം മാസം 1-ാം തീയതി തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്നെ മാനിക്കുന്നത്. जब पुराना नियम के भक्तों को जब प्रभु कहता है तो वह कहता है कि हर महीना का पहला महीना का पहला दिन में ऐसा करना, ऐसा बोल के मतलब तभी वो मेरा आदर करता है, ये इसलिए प्रभु ऐसा कहता है. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. और उसके संबंध में कुछ उपदेश दिया हुआ है. അത് പുതിയ നിയമത്തിൽ ഒരു പുതിയ നിയമസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു ദൈവഭക്തന് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി ഹോളി സ്പിരിറ്റിലൂടെ നിവർത്തിക്കപ്പെടുന്നു. इसका मतलब वहां पर बताया हुआ एक छाया के रूप में है, तो नए नियम की मंडली के लिए पूर्ण रूप में उनके जीवन में लाने लायक वो बात पूरा हो जाता है. അപ്പൊ അവിടെ നമ്മൾ കൊലോസ്യ ലേഖനം 1:18 വായിച്ചത് തന്റെ പുത്രന് ഒന്നാം സ്ഥാനം അതേ അർത്ഥത്തിൽ തന്നെ പഴയ നിയമത്തിൽ നിഴൽ രൂപത്തിൽ പറയുകയാണ്. ഒന്നാമത്തെ ദിവസം, ഒന്നാമത്തെ മാസം. नया नियम में जैसा अभी हमने कोलोसियों उसका पहला अध्याय का 18 वचन में पढ़ा था कि वो सारे बातों में मतलब उसको सम्मान मिलना चाहिए, उसको आदर करना चाहिए. उसी प्रकार आदर करने वाला पहला महीना का पहला दिन में ऐसा करना करके पुराने नियम के लोगों को भी व्यवस्था दिया, जबकि वो एक छाया है. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് എസ്കേൽ പ്രവചനം 45:18 വാക്യം ഒന്ന് വായിക്കാം. ആദ്യമായിട്ട് जब एहेजकेल का नबी की किताब उसका 45 अध्याय का 18 वचन हम पहले पढ़ेंगे उसकी छाया में. परमेश्वर यहोवा यो कहता है, पहले महीने के पहले दिन को तू एक निर्दोष बछड़ा लेकर पवित्र स्थान को पवित्र करना. ഓക്കെ, ഇവിടെ ദൈവം നമുക്ക് തന്റെ പുത്രനെ യാഗമാക്കുന്ന, അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ വായിച്ചത് അവരുടെ രക്തത്താൽ നമുക്ക് മോചനം തന്നു, പാപമോചനമുണ്ട്. അവനെ ക്രൂശിൽ കർത്താവ് അവനെ യാഗമാക്കിയിട്ട് നമ്മുടെ പാപങ്ങൾ പരിഹരിക്കുമ്പോൾ ഇതിന്റെ ആ അടിസ്ഥാനത്തിൽ ആദ്യം തന്നെ ഇസ്രായേൽ മക്കൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു കളങ്കമില്ലാത്തൊരു ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് ദൈവത്തിന് ഒന്നാം ദിവസം, ഒന്നാം മാസത്തിൽ 1-ാം ദിവസം തന്നെ പാപപരിഹാരത്തിനുള്ള ക്രമീകരണം ചെയ്യണം. यहाँ पर हम क्या देखते हैं कि नया नियम के अनुसार प्रभु यीशु मसीह की पवित्र लहू हमारे लिए बहाया गया. प्रभु यीशु मसीह परमेश्वर का मेमना होकर के हमारे लिए चढ़ाया गया. उस प्रकार प्रभु ने हमको मतलब अपना पुत्र के द्वारा छुटकारा दिया, तो प्रभु यीशु मसीह कौन है? पहला उठा है. उसी प्रकार पुराना नियम में भी प्रभु का वचन कहता है कि पहला महीना का पहला दिन को ही एक बेचड़ा लेकर के प्रभु को बलि करके प्रभु का सम्मान करना, वो एक छाया था. അത് വ്യക്തമായി ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടി. इसका मतलब उसमें किसी प्रकार का कोई कमी ना होना चाहिए. അത് നിനക്ക് ആദ്യം തന്നെ പാപപരിഹാരം എന്ന വിഷയം, എങ്ങനെ ദൈവം എനിക്ക് പാപപരിഹാരം തന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം ആരംഭിക്കുകയായി ദൈവത്തെ മാനിച്ചുകൊണ്ട്. मेरे जीवन में मैं पापी था, मुझे पाप से छुटकारा प्रभु ने कैसा दिया, ये बात को हम याद करके हम उसको उस अनुभव को याद करेगा तो हमारा जीवन आरंभ हो गया. എല്ലാ ദിവസവും ഇത് നമ്മൾ ഓർക്കണം. ये हर रोज हमें याद करना चाहिए. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പാഴായ സ്ഥലത്ത് നിന്ന് നിങ്ങളെ ഫലപ്രദമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ ഓർക്കണം. व्यवस्था विवरण के किताब में बार बार एक बात कहता है कि मैं तुम लोगों को ऐसे शून्य जगह से तुमको लेकर आया, ये तुम याद करना. കർത്താവ് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, എന്റെ വരുവരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു നിങ്ങൾ ഓർക്കണം. और नए नियम में भी हम देखते हैं कि प्रभु यीशु मसीह के आगमन तक प्रभु का मृत्यु को हम याद करना है. അപ്പൊ എന്റെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ ഓർക്കുമ്പോൾ ദൈവത്തെ മാനിക്കുകയാണ്. जब मेरी पाप की छुटकारा के लिए मेरे प्रभु ने मेरे लिए क्या किया, ये बात जब हम याद करता है तो हम प्रभु को हम आदर करता है. നമ്മൾ 2 പത്രോസ് 1:9 വായിക്കുകയാണ്, ഈ കാര്യം മറന്നവൻ ഒരു കുരുടനാണ്. കാരണം പിന്നീട് ദൈവത്തെ മാനിക്കാനൊന്നും അവന് വിവേകം കിട്ടത്തില്ല.
जब दूसरा पत्रोस पहला अध्याय का 9 वचन में हम पढ़ते हैं कि इन बातों को जो भूल गया है वो अंधा है, क्योंकि उसको इस बात का स्मरण नहीं आ रहा है. അപ്പൊ ഈ 1-ാം മാസം 1-ാം തീയതി തന്നെ ഒരിക്കലായിട്ട് അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെ ദിനംതോറും ഈ ക്രൂശ് മരണത്തിൻ്റെതായ ഒരു സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ എത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ നമ്മള് എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 13-14 വാക്യം വായിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെങ്കിൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കുഞ്ഞാണ്ട് രക്തം നമ്മുടെ മനസാക്ഷിയെ ആദ്യമേ ശുദ്ധീകരിക്കണമെന്ന് വായിക്കുന്നു. जब हमें बात को जानना है कि पहला महीना का पहला दिन को प्रभु ने जो हमारे लिए किया वो बातों को याद करके हम प्रभु को सम्मान करना चाहिए. वही बात को जब हम इब्रानियों का पत्री 9 अध्याय का 13-14 वचन में हम देखते हैं कि मतलब प्रभु हमारे लिए हमें शुद्ध करने के लिए, हमारा विवेक को शुद्ध करने के लिए किस प्रकार बलिदान हुआ वो बात को हमें याद करना है. അവിടെ പഴയ നിയമത്തിൽ ആടുകളുടെയും കാളുടെയും രക്തം ശരീരത്തിൽ തളിച്ച് ശുദ്ധീകരിക്കുകയായിരുന്നു. ഒരു ശരീരത്തിന് ശുദ്ധീകരണം മതിയായിരുന്നു. वहां पर पुराने नियम में हम देखते हैं कि उस मेमने का नहीं तो बछड़े का लहू लेकर के शरीर में छिड़काते थे और वो शरीर की हमारे शुद्ध करना काफी थी. ദൈവം അവരുടെ ഉള്ളിൽ വസിച്ചില്ല. परंतु उनके अंदर या दिल में प्रभु वास नहीं किया സമാന കൂടാരം പുറത്തു വെച്ചിരിക്കുകയാണ്. और मिलावला तंबू बाहर रखे. അപ്പോൾ സമാന കൂടാരത്തിന് അടുക്കൽ വരുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന് അടുക്കൽ വരുമ്പോൾ ശരീരത്തിൽ ശുദ്ധിയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. और जब प्रभु के निकट आते हैं उस समय में हम शरीर में शुद्ध होना चाहिए. पुराना नियम कहता है. അപ്പോൾ ആടുകളുടെയും കാലിലെയും രക്തം മഹാപുരോഹിതൻ അവരുടെ മേൽ തളിക്കുമ്പോൾ അവർ ശരീരത്തിൽ ശുദ്ധിയുള്ളവരായിത്തീരുന്നു. और उसके अनुसार जब महायाजक मेमने या बछड़े का लघु उन पर छिड़काता है तो वो लोग शरीर में शुद्ध हो जाता है. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ ദൈവത്തിനോട് അടുക്കുമ്പോൾ നമ്മളിൽ പല ഡെഡ് വർക്ക്സ് അതായത് മരണപ്രവൃത്തികൾ വരാറുണ്ട്. परंतु नया नियम के अनुसार जब हम प्रभु के निकट आता है तो कई प्रकार का मदद कार्य हमारे जीवन में होता है. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ശുദ്ധീകരണം ആവശ്യമാണ്. इसके लिए हमें पवित्रताई प्राप्त करना जरूरी है. അതിന് ഈ കുഞ്ഞാട് തന്നെയാണ് അതിനെ ആവശ്യമായി വന്നിരിക്കുന്നത്. उसके लिए भी हमें एक मेमना का जरूरत है. അപ്പോൾ ഒരു വിശ്വാസിക്ക് അവന്റെ ശുദ്ധീകരണത്തിന് കുഞ്ഞാട് ദിനംതോറും ആവശ്യമായി വരുന്നു. इसका मतलब एक विश्वासी को उनका हर रोज के जीवन में एक मेमना का जरूरत है. ദൈവികമായ ഏത് കാര്യത്തിനും ഒന്ന് കഴുകപ്പെടേണ്ടത് ആവശ്യമാണ്. क्योंकि परमेश्वर का कोई भी कार्य के लिए हमें धोया जाने का जरूरत है. നമ്മൾ ഇനി കുളിക്കേണ്ട ആവശ്യമില്ല. अभी हमें नहाने का जरूरत नहीं, കാരണം നമ്മൾ കുഞ്ഞാട് രക്തത്താൽ ഒരിക്കൽ കുളിച്ചു. क्योंकि एक बार हमने मेमने के लोगों से हमने धोया गया. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് വേർപെടുന്ന സമയത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകിയപ്പോൾ ഈ കാര്യം ഓർമ്മിപ്പിച്ചു. जब प्रभु यीशु मसीह उस अंत दिनों में जब चेलों का पाप धोते हुए इस बात को स्मरण दिलाया. അപ്പോൾ ഈ കാല് കഴുത്ത് എന്തിനാണ് കാണിക്കുന്നത്? ये पाप धोना किस बात को दिखाता है? ദിനംതോറും നമ്മളിൽ വരുന്ന പാവങ്ങളെ കഴുകിക്കളയുന്നതിന്റെ ഒരു അത് കർത്താവാണ് ചെയ്യുന്നത്. ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ കുളിപ്പിക്കാഞ്ഞല്ല, നീ കുളിച്ചവനാണ്, ശുദ്ധിയുണ്ട്, എന്നാൽ കഴുകാഞ്ഞാൽ എനിക്ക് നീയുമായി ബന്ധം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ കുഞ്ഞാട് രക്തത്തിന്റെ ഈ ശുദ്ധീകരണം നമ്മുടെ മനസാക്ഷിയിൽ വേണ്ടത് നിരന്തരം ദൈവത്തെ മാനിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. जो हमारा पाप धोने का अर्थ क्या है कि वो हमें रोज करना चाहिए, क्योंकि दिन प्रतिदिन हमारे जीवन में आने वाला पापों को हमें रोज धोया जाना. एक बार हम नहाया, अभी हमें नहाने की जरूरत नहीं, परंतु प्रभु यीशु मसीह की पवित्र लोगों में धोया जाने का जरूरत हमें है. നമ്മൾ വേണമെങ്കിൽ എബ്രായ ലേഖനം അതിന്റെ 9-14 വാക്യം ഒന്ന് വായിക്കാം. इब्रानियों का पत्री उसका 9 अध्याय का 14 वचन को हम पढ़ेंगे. അവിടെ പഴയ നിയമത്തിൽ കാളകളുടെയും ആട്ടുകളുടെയും രക്തത്താൽ അവര് ശരീരം ശുദ്ധീകരിക്കപ്പെട്ടു ദിനംതോറും. അപ്പോൾ പുതിയ നിയമത്തിൽ അതെങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നു എന്നാണ് വായിക്കുന്നത്. जब पुराना नियम के अनुसार उन लोगों ने मेमना या बछड़ा के लहू के द्वारा शरीर शुद्ध किया गया, परंतु हमारे जीवन में किस प्रकार शुद्ध किया जाता है ये हमारा पढ़ता है. पढ़िएगा. तो मसीह का लहू जिसने अपने आप को सनातन आत्मा के द्वारा परमेश्वर के सामने निर्दोष चढ़ाया, तुम्हारे विवेक को मरे हुए कामों से क्यों न शुद्ध करेगा, ताकि तुम जीवित परमेश्वर की सेवा करो. പിതാവായ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ उस पिता परमेश्वर की आराधना करना है तो ആദ്യം തന്നെ മനസാക്ഷിയിൽ ഒരു കഴുകൽ ആവശ്യമാണ്. हमारा विवेक शुद्ध होना चाहिए. കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ അശുദ്ധി വരും. हम जाने अनजाने हमारे में पाप आता है. അപ്പൊ നമ്മൾ ദൈവത്തെ മാനിക്കുമ്പോൾ ഞാൻ കഴുകപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മൾ കുളിച്ചവരാണെങ്കിലും കഴുകൽ ഒരു നിരന്തരമായ കാര്യമാണ്. जब मैं प्रभु की आदर करना है तो हमारे जीवन में हमें धोया जाने की जरूरत है. मैं नहाया जरूर, लेकिन रोज धोया जाने की जरूरत है. അപ്പം കർത്താവിന്റെ സന്നിധിയിൽ ശുദ്ധിയുള്ളവരായിരിക്കുന്നത് എങ്ങനെയാണ്? जब परमेश्वर का निकट में हम पवित्र कैसा बन सकता है? നമ്മൾ നേരത്തെ 1-ാം മാസം 1-ാം തീയതി ആ കുഞ്ഞാടിനെ നിഷ്കളങ്കമായി അർപ്പിച്ച കുഞ്ഞാടിന്റെ ആ യാഗത്തിന്റെ
യഥാർത്ഥമായ ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടായി. കുഞ്ഞാന്റെ രക്തം എൻ്റെ സകല പാവവും കഴുകി ശുദ്ധീകരിക്കുന്നു എന്ന് എന്തെങ്കിലും പാപം ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റു പറയണം, സ്പെസിഫിക് ആയിട്ട്. ഓർമ്മയില്ലെങ്കിലും പറയണം, എന്റെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാൻ എനിക്ക് യേശു ക്രിസ്തുവിന്റെ രക്തം എപ്പോഴും ആവശ്യമാണ്. जब हमने पहले भी देखा पुराने नियम में पहला महीना का पहला दिन में इस प्रकार भेड़ चढ़ाना है या बलि करना है, उसी प्रकार आज का दिन में हमारे जीवन में आने वाला कोई भी प्रकार का पाप और अशुद्धि हम लोग याद करें ना करें, हमको पाप के बारे में याद हो ना हो तो भी हम प्रभु का उपस्थिति में ये कहना है, प्रभु आपके पवित्र लोगों से मुझे धो ले, मुझे शुद्ध कर। ऐसा प्रभु से हमें रोज विनती करना चाहिए. അപ്പോൾ അവിടെ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ തന്റെ ജനത്തെ പഴയ നിയമത്തിൽ ജനത്തെ ശുദ്ധീകരിക്കാൻ ആടുകളുടെയും കാളകളുടെയും മാംസം പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ചുട്ടുകരിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ജനത്തെ ശുദ്ധീകരിക്കാൻ പാളയത്തിന് പുറത്തു വെച്ച് ചുടപ്പെട്ടു, ഭസ്മമാക്കി എന്ന് വായിക്കുന്നു. जब इब्रानियों के पत्री 13 अध्याय का 15 वचन में छावनी की बाहर ले जाकर के इस प्रकार का बलि करते थे, उसी प्रकार का मतलब उनको शुद्ध करते थे. हमारे लिए भी प्रभु यीशु मसीह छावनी के बाहर हमारे लिए दुख सहा करके हम देखते हैं. അപ്പോൾ അവന്റെ അടുക്കിലേക്ക് വരാനാ പറയുന്നത്. और उस प्रभु के और उस छावनी के बाहर आने के लिए हमको बुलाता है. എന്നിട്ട് പറയുകയാണ്, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. और उसके बाद में बोलता है कि हमें यहाँ पर एक स्थायी नगर नहीं, എന്നാൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്. परंतु यहाँ पर बना रहने वाला एक बात है. അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം നിരന്തരം അവിടെ കണ്ടിന്യൂയിങ് സിറ്റി ഈസ് നോട്ട് ദെയർ. ദെൻ പിന്നീട് പറയാണ്, there is a continuing work offering sacrifice through praising the name of Lord Jesus Christ before the Father. तो यहाँ पर हम देखते हैं कि वहां पर एक स्थिर रहने वाला नगर नहीं, परंतु हमेशा प्रभु के लिए चढ़ाने वाला एक बलिदान है. वो प्रभु को धन्यवाद का बलिदान है करके यहाँ पर पढ़ता है उसका 15 वचन में. Praise the Lord. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുമ്പോൾ പിതാവിനെ മാനിക്കുകയാണ്. जब भी हम कुछ भी कार्य करता है तो हम प्रभु यीशु मसीह के नाम पर करता है तो हम प्रभु का आदर करता है. അപ്പൊ പിതാവ് തന്റെ പുത്രനെ തന്ന് നമ്മളെ മാനിച്ചപ്പോൾ जब पिता ने अपने पुत्र को दे करके हमारा आदर किया എല്ലാ കാര്യവും പുത്രന്റെ നാമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ और एक काम हम प्रभु यीशु मसीह के नाम पर जब करते हैं, അത് ദൈവത്തിന് എന്ത് ചെയ്താലും, വാക്കിനാലാകട്ടെ, ക്രിയയിലാകട്ടെ, തിന്നാലാകട്ടെ, കുടിച്ചാലാകട്ടെ, വചനം പറഞ്ഞാലാകട്ടെ, എന്ത് ചെയ്താലും ഈ പുത്രനെ ഉയർത്തിക്കൊണ്ട് പിതാവിന് മഹത്വം കരയേറ്റിയാൽ ദൈവത്തെ മാനിക്കുക. जब भी हम कोई भी काम करता है, यहाँ शायद हम प्रचार करता है, बात करता है, कार्य करता है, जो भी काम करता है, खाता पीता है, वो सब यीशु मसीह के नाम पर हम करता है तो हम पिता का महिमा करता है. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമുക്ക് ദൈവത്തെ ആദരിക്കാൻ ദൈവം ഏതെല്ലാം അടിസ്ഥാനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. हम प्रभु के आदर करने के लिए कैसा कैसा बातें प्रभु ने हमारे लिए दिया है. നമ്മളൊരു അടിസ്ഥാനമില്ലാതെ ചുമ്മാതെ ദൈവത്തിന് ഒരു ദശാംശം കൊടുത്ത് ഞാൻ ദൈവത്തെ മാനിച്ചു എന്ന് പറയുമ്പോൾ ദൈവഹൃദയം തൃപ്തനാകുന്നത്. ദൈവം എനിക്ക് ചെയ്തതാണ്, ഞാൻ യഥാർത്ഥമായിട്ടും എന്നെ മാനിച്ചു നിന്നത് അറിയുന്നതാണ് ദൈവത്തെ മാനിക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകം. अगर हम किसी प्रकार हम लोग कई रीति में हम लोग कुछ जो करता है या हम देशांश दे करके हम प्रभु को बहुत बड़ा कार्य किया, इस रीति में हम सोचता है उसमें प्रभु को खुशी नहीं, परंतु प्रभु ने जो हमारे लिए किया हुआ वास्तव में जो हमारे लिए महान कार्य किया उसके आधार में आभार भरा दिल से जब हम प्रभु के लिए करता है तभी प्रभु को आदर करता है. അപ്പൊ ദൈവത്തെ ആദരിക്കാൻ ദൈവം നമ്മളിൽ ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. क्योंकि प्रभु का आदर करने के लिए प्रभु ने हमारे जीवन में एक महान कार्य किया है. ആ അടിസ്ഥാനത്തിന്മേൽ വേറെ നമുക്ക് ഇടാൻ പറ്റില്ല. और उस नेव पर और कुछ भी हमारे नेव नहीं डाल सकता. ഓക്കെ, നമുക്ക് 1-ാം മാസം 1-ാം തീയതി ദൈവം ഒരു ആട്ടുകുട്ടിയെ തന്നതും പാപപരിഹാരം, അത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ശരിക്കും അങ്ങ് പതിഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവത്തെ മാനിക്കാനുള്ള അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞു. इसका मतलब पहला महीना का पहला दिन में हमारे लिए प्रभु ने एक मेमना दिया और वो बात को अगर सही रीति में हमारे दिल में हम बैठाए, मेरा जीवन में मैं हर एक बातों में पहला स्थान प्रभु को दूंगा, तो हमने प्रभु का सामने नींव डाल दिया, प्रभु का आदर हो गया. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇനി നമുക്ക് അടുത്തത് നോക്കാം, യഹൂദന്മാരെ എങ്ങനെയാണ് ദൈവത്തെ മാനിക്കാനായിട്ട് ദൈവം അവരോട് പറഞ്ഞത്. और हम अगला एक बात को देखेंगे, यहूदी लोग कैसा प्रभु का आदर करने के लिए प्रभु ने कहा था. 2 ദിനവൃത്താന്തം 29:17. दूसरा इतिहास उसका 29 अध्याय का 17 वचन. दूसरा इतिहास 29 अध्याय उसका 17 वचन. दूसरा इतिहास 29 अध्याय का 17 वचन. पहले महीने के पहले दिन को उन्होंने पवित्र करने का काम आरंभ किया और उसी महीने के 8वें दिन को ഓക്കെ 1-ാം മാസം 1-ാം തീയതി എന്ത് ചെയ്തു? उन्होंने पहला महीना का पहला दिन में क्या किया? അവരെ ശുദ്ധീകരിക്കാൻ തുടങ്ങി. उन्होंने अपने आप को पवित्र करने लगा.
അപ്പോൾ ഇവിടെ നമ്മൾ ഈ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് വേർപെടുത്തുക എന്നാണ്, അവരെ തന്നെ ദൈവത്തിന് വേർപെടുത്തുക. यहाँ पर पवित्र करने का अर्थ क्या है? उन्हें अपने आप को अलग करना, ये बात है. അപ്പോൾ അവർ എപ്പോഴാണ് ചെയ്തത്? उन्होंने कब किया? पहले അപ്പോൾ നമുക്ക് എസെക്കിയ എന്ന് പറയുന്ന യെഹെസ്കേൽ രാജാവാണ് ഈ കാര്യം ആദ്യമായിട്ട് ദൈവജനത്തെ ശുദ്ധീകരിക്കാനായിട്ട് തുടങ്ങിയത്. यहाँ पर इसका राजा ने परमेश्वर का लोगों को इस रीति में शुद्ध करना शुरू किया. അതിന് അദ്ദേഹം വാതിലുകൾ, ദൈവത്തിന്റെ ആലയം 1-ാം മാസം 1-ാം തീയതി തന്നെ തുറന്നു. അവിടെ അതിന്റെ 29-ാം അധ്യായത്തിന്റെ അതിന്റെ 3-ാം വാക്യം, उस 29 अध्याय का 3रा वचन में हम देखते हैं कि राजा ने पहला महीना का पहला दिन मंदिर को खोला. തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ 1-ാം മാസത്തിൽ തന്നെ उसका राज करने का पहला साल का पहला महीना का पहला दिन में ऐसे किया. अपने राज्य के पहले वर्ष के पहले महीने में हाँ। उसने यहोवा के भवन के द्वार खुलवा दिए. ഓ പ്രൈസ് ദി और ലോർഡ്. उसके- താൻ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് അതാണ്. मतलब उसने जब राज्य में आया तो उन्होंने अपनी पहला साल में ही पहला महीना में उन्होंने मंदिर को खुलवाया എന്നിട്ട് അദ്ദേഹം ജനത്തെ ശുദ്ധീകരിക്കാനായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ്. और लोगों को पवित्र करने के लिए इस रीति में कार्य किया. അപ്പൊ നമ്മൾ ദൈവജനമായതിനു ശേഷം നമ്മളെ തന്നെ കർത്താവിനായി വേർതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അധികം ദൈവത്തെ മാനിക്കുന്ന ഒരു കാര്യമാണ്. हम लोग प्रभु में आने के बाद में प्रभु का इस रीति में सम्मान करना, ये प्रभु का आदर करने वाला बहुत बड़ा कार्य है. നമുക്ക് 1 പത്രോസ് 1-ന്റെ 2-ാം വാക്യത്തിൽ ഈ കാര്യം പറയുന്നിട്ടുണ്ട്. पहला पत्रोस पहला अध्याय का 2रा वचन में इसका बारे में हम पढ़ता है. पहला पत्रोस पहला अध्याय 2रा वचन. और परमेश्वर पिता के भविष्य ज्ञान के अनुसार आत्मा के पवित्र करने के द्वारा आज्ञा मानने के और शरीर और यीशु मसीह के लहू के छिड़कने जाने के लिए चुने गए हैं. നമ്മളെ തിരഞ്ഞെടുത്ത് എന്തിനാണ്? हमें इसलिए चुना गया. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മള് വിശുദ്ധരാകേണ്ടതിന്, प्रभु के आत्मा के द्वारा हम पवित्र होने के लिए. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിശുദ്ധരാക്കി. प्रभु ने जब भी हमें चुना उस समय में प्रभु ने हमें पवित्र किया. എന്നാൽ നിരന്തരം നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. हर रोज हमें अपने आप को शुद्ध करना जरूरी है. നമ്മള് കർത്താവ് എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്? प्रभु വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. प्रभु ने प्रकाशित वाक्य 22 का 11 में हम देखते हैं कि पवित्र जन अपने आप को और भी पवित्र करे. അപ്പൊ ഈ കാര്യത്തിൽ നമ്മള് ഉദാസീനത കാണിച്ചാൽ പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുകയാണെന്നാണ് നമ്മൾ തെസ്സലോനിക്കയിലെ 1 തെസ്സലോനിക്ക 4:3 വായിക്കാം. जब इस विषय में अगर हम मतलब जागरूक ना रहे तो वहां पर हम देखते हैं कि पहला तेस्सलोनिकियों 4 अध्याय का 3रा वचन में कि हम मतलब पवित्र आत्मा को क्या करता है? तुच्छ करता है. एक्चुअली 3 से पढ़ना चाहिए, लेकिन आप उसका 7 वचन पढ़िए. ഓക്കെ. क्योंकि परमेश्वर ने हमें अशुद्ध होने के लिए नहीं परंतु पवित्र होने के लिए बुलाया है. और आगे इस कारण जो इसे तुच्छ जानता है वह मनुष्य को नहीं परंतु परमेश्वर को तुच्छ जानता है जो अपना पवित्र आत्मा तुम्हें देता है. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു. जब प्रभु यीशु मसीह के पवित्र लहू के द्वारा हम पवित्र किया जाता है. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. രണ്ട് കാര്യം, ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതും വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത് രണ്ട് കാര്യമാണ്. परंतु पवित्र आत्मा के द्वारा हम पवित्र किया जाता है, मतलब शुद्ध किया जाता है एक, और यहाँ पर पवित्र किया जाता है. ये दोनों दो बात है. നമ്മളെ ക്ലെൻസ് ചെയ്യുക, ശുദ്ധീകരിക്കുന്നത് കുഞ്ഞാന്റെ രക്തമാണെന്ന് എബ്രായലേഖനത്തിൽ വായിച്ചു. അത് നമ്മുടെ ആത്മാവിനോടുള്ള ബന്ധത്തിലാണ്. जब शुद्ध करना ये प्रभु का लहू के द्वारा आत्मा में है करके हमने इब्रानियों का पत्र में पढ़ा. രക്തത്താൽ वो मतलब प्रभु का लहू के द्वारा. എന്നാൽ നമ്മുടെ ദേഹി, മനസ്സ്, ഇച്ഛ, വികാരം എന്ന നമ്മുടെ പ്രാണനെ കർത്താവിനായി വേർതിരിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. परंतु यहाँ पर हमारा प्राण को मतलब इस दुनिया की बातों से अलग करने वाला बात हम यहाँ पर पढ़ते हैं. അത് എപ്പോൾ തുടങ്ങണം? वो कब शुरू करना चाहिए? ഹിസ്കിയ രാജാവ് എപ്പോൾ തുടങ്ങി? इसके राजा ने कब शुरू किया? 1-ാം ദിവസം 1-ാം മാസത്തിന് 1-ാം ദിവസം തുടങ്ങി. उसका राज्य का पहला साल का पहला महीना का पहला दिन में എന്ന് പറയുമ്പോൾ നമ്മള് ഈ പുതിയ നിയമത്തിൽ ഇത് ദിനംതോറും ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഈ പഴയ നിയമത്തിൽ 1-ാം മാസം 1-ാം തീയതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും 1-ാം ദിവസം 1-ാം തീയതി. इसका मतलब क्या है कि हमारे संबंध में उस बात को हमें इस रीति में जानना है कि हमारे लिए हर रोज हर एक दिन सुबेरे प्रभु को प्रथम स्थान देना, ये हमारे लिए महत्वपूर्ण बात है. നമ്മുടെ ഹൃദയം കർത്താവിനെ അറിയാനും കർത്താവിനെ ഗ്രഹിക്കാനും യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം നമ്മളിൽ യഥാസ്ഥാനപ്പെടുവാനും നമ്മളെ ക്രിസ്തുവിനുള്ളവരാണെന്ന് വ്യക്തമായി നമ്മളെ പിന്നെയും ഗ്രഹിക്കാൻ നമ്മളെ തന്നെ വേർപെടുത്തി സമയം ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. हमारा हृदय को हमारा पूरा दिल से
प्रभु मेरा है, मैं प्रभु को जानना चाहिए, प्रभु को मानना चाहिए, प्रभु का आदर करना चाहिए। इस रीति में प्रभु के प्रति अपने दिल को अलग करके जीवन बिताना हमारे लिए बहुत जरूरी बात है। ദൈവത്തെ മാനിക്കുക. ये इस प्रकार कार्य करने के द्वारा हम प्रभु का आदर करता है। അപ്പൊ ദൈവത്തെ മാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വിശദാംശങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. इसका मतलब हम इस रीति में प्रभु को आदर करना है, उसके बारे में उसका और भी विशाल रूप में हम देख रहे हैं। നാം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു എങ്കിൽ തന്നെ നിരന്തോറും നമ്മുടെ ഹൃദയത്തെ കർത്താവിനെ അവിടെ നമ്മള് 1 പത്രോസ് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? 14-ാം വാക്യം. हम देखते हैं कि हमने जब उद्धार पाया उस समय में हमने प्रभु यीशु को अपना प्रभु मान करके ग्रहण किया, परंतु हम 1 पत्रोस का 3रा अध्याय का 14 वचन में पढ़ता है रोज हमें क्या करना चाहिए? हमें यीशु मसीह को प्रभु मानकर पवित्र करना चाहिए। ആ പടോ उसका 1 पत्रोस 3रा अध्याय का 14 वचन आपका 15 में। पर मसीह को प्रभु जानकर अपने आप को मन में पवित्र समझो। ആ അപ്പൊ എന്താണ് നമ്മൾ ഒരിക്കലും യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചതല്ലേ? हमने एक बार प्रभु यीशु मसीह को अपना प्रभु मान करके स्वीकारा था ना। എന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പ്രഭുത്വം ചിലർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് തന്നെ കൊടുക്കുന്നു. परंतु हम जाने अनजाने हम और भी कई बातों को कई रीति में या कई किसी को हम अपनी जीवन की उस प्रभुत्व देता है। നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. हम यशायाह नबी की किताब से एक वचन पढ़ेंगे, അതിന്റെ 26-ാം അധ്യായം. उसका 26 अध्याय നമ്മളിങ്ങനെ വായിക്കുന്നു. उसका उसमें 13 वचन में हम पढ़ता है, അതിന്റെ 13-ാം വാക്യത്തിൽ 26-13 हे हमारे परमेश्वर यहोवा, तेरे सिवाय और स्वामी भी हम पर प्रभुता करते थे, परंतु तेरी कृपा से हम केवल तेरे ही नाम का गुणवाद करेंगे। അപ്പൊ ഇവിടെ പറയാണ്, ഞങ്ങൾ നീ അല്ലാതെ ആരെയൊക്കെയോ ഞങ്ങൾ കർത്താക്കന്മാരാക്കിയിട്ടുണ്ട്. यहाँ पर वो लोग कहता है कि हे प्रभु, हम तेरे सिवा और भी बहुतों को हमने अपने जीवन में प्रभु बनाया है। എന്നാൽ നമ്മൾ അറിയാതെ, അതാണ് കർത്താവിന്റെ ശിഷ്യത്വം എന്നുള്ള പാഠത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പറയുന്നുണ്ട്, എന്നേക്കാൾ അധികം കർത്തൃത്വം കൊടുക്കാൻ അപ്പനെയോ അമ്മയോ ഭാര്യയോ നിലങ്ങളോ നിങ്ങളെ തന്നെയോ നിങ്ങൾ ആക്കുന്നെങ്കിൽ ദൈവത്തെ മാനിക്കുന്ന വിധത്തിലല്ല. इसका मतलब यही बात को जब प्रभु यीशु मसीह ने चेलापन का बारे में कहने के समय में प्रभु यीशु ने कहा, मुझसे बढ़कर अपने माँ बाप को, भाई बहन को, किसी को भी अगर आदर करता है तो मेरा चेला बनने का योग्य नहीं। അപ്പൊ എന്നെ മാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അല്ലെങ്കിൽ എന്നെ മാനിക്കുന്നവൻ പിതാവിനെ മാനിക്കുന്നു. इसका मतलब मेरा आदर करने का अर्थ क्या है? जो मेरी आदर करता है वो पिता का आदर करता है। അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും യേശുക്രിസ്തു ഒരു കർത്തൃത്വം കിട്ടിയാൽ കൊടുക്കുന്നതാണ് നമ്മൾ കർത്താവിനെ മാനിക്കുക, പിതാവിനെ മാനിക്കുക എന്നുള്ളത്. बोलने का अर्थ क्या है कि हरेक बातों में हमारे जीवन से प्रभु यीशु मसीह को प्रभुता मिलना चाहिए। इसी प्रकार जब हम प्रभुता देता है तो हम पिता का आदर करता है। അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ദൈവം മാനിക്കാതിരിക്കോ? ഇനി നമ്മളെ പുത്രനെ തന്നത് മാനിച്ചത് പോരാ, ഇനി അങ്ങോട്ട് മാനിക്കാൻ അവസരം കിടക്കുകയാണ്. मतलब इसी प्रकार कार्य करने वालों को प्रभु आदर नहीं करेगा क्या? जरूर, इतना ही नहीं और भी आदर करने के लिए बहुत ऐसे बातें हैं। നമ്മൾ എന്തിനാണ് കർത്താവിന്റെ ബീമാ സീറ്റില് മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകുന്നത്? എന്തിനാണ്? जब हम प्रभु का न्यायासन के सामने क्यों प्रकट होने जा रहा है? നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വിധത്തിൽ ദൈവത്തെ മാനിച്ചവരെ ദൈവം മാനിക്കാനായിട്ട് പോവുകയാണ്. हम अभी जो विचार किया था इस रीति में प्रभु को जो आदर किया था उनको प्रभु और उसी सिंहासन के सामने आदर करने जा रहा है। അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന മഹത്വവും അല്ലെങ്കിൽ ആ ഓണർ അല്ലെങ്കിൽ ആ ബഹുമാനം നാം എത്രത്തോളം ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് അവനെ നൽകി തന്നതിന് എത്രത്തോളം ദൈവത്തെ മാനിച്ചു ബഹുമാനിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. देखो, हम जब उस प्रभु का न्यायासन के सामने जब खड़ा रहेगा तब हमें जो मिलने वाला आदर और सम्मान और प्रतिफल सब प्रभु यीशु मसीह को इस जीवन में हमने कैसा प्रभुता दिया, आदर दिया, सम्मान किया, उसके अनुसार या उसके ऊपर है। അത് കാര്യത്തിൽ നമ്മൾ എല്ലാവരും തുല്യരായിരിക്കില്ലെന്ന് വചനം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. और इस विषय में हरेक पवित्र लोग बराबर नहीं रहेगा करके वचन में पहले से कहा है। അപ്പൊ അതിൽ നമ്മൾ ഇപ്പോൾ ഭംഗിക്കേട് വരുത്തിയാൽ ലജ്ജിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. अगर उस बात में अगर हम गिरावट लाए तो हम उसी समय में लज्जित होने का एक बात भी है। അപ്പൊ നമ്മളിവിടെ ചിന്തിക്കുന്നത് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ, നമ്മളെ ദൈവത്തിനായിട്ട് വീണ്ടും വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ ദൈവത്തെ മാനിക്കുക. हम प्रभु ने हमें अलग किया और हम प्रभु के उपस्थिति में अपने आप को नम्र करता है, समर्पण करता है, तो उसके द्वारा हम प्रभु के आदर करता है.
കർത്താവ് തന്റെ ഭൂമിയിലെ ജീവിതത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട്. जब प्रभु यीशु मसीह दुनिया में रहकर के पिता के साथ जब प्रार्थना करता है उस समय में भी ये बात बताता है. നമ്മൾ അവിടെ വായിക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 17 ഒന്ന് വായിക്കാം. जब यूहन्ना का सुसमाचार 17 अध्याय उसके 17 वचन में पढ़ता है, सत्य के द्वारा उन्हें पवित्र कर, तेरा वचन सत्य है. അപ്പോൾ വചനത്തിലൂടെ നമ്മൾ കാര്യം ഗ്രഹിക്കുമ്പോൾ, വചനം നമുക്ക് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരുമ്പോൾ, നമ്മൾക്ക് വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം കർത്താവിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്. बोलने का अर्थ क्या है कि वचन जब हम पढ़ते हैं उस समय में हमारे दिल से प्रभु बातें करता है, हमें शुद्ध करता है और प्रभु को महिमा देता है. वो बात यहाँ हम देखते हैं. അതാണ് സഭയെ വചനത്താലുള്ള ജലസ്നാനത്താൽ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞത് നമ്മളുടെ രക്ഷിക്കപ്പെട്ട വെള്ളത്തിൽ മുങ്ങിയ ആ കാര്യമല്ല. ഈ വചനമാകുന്ന വെള്ളത്തിലൂടെ നമ്മളെ ശുദ്ധീകരിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ കാന്തയാക്കി തേജസ്സിന്റെ മഹിമ തരാൻ വേണ്ടിയാണ് ഈ വചനത്തിന്റെ മർമ്മം നമുക്ക് വെളിപ്പെടുത്തിരുന്നത്. इसका मतलब क्या है कि हमारा प्रभु क्या करता है, मंडली को वचन के द्वारा शुद्ध करता है करके एफिसियों 5 अध्याय का 26-27 में बढ़ता है. वो हमने जो बपतिस्मा लिया वो बपतिस्मा नहीं, ये वचन रूपी जलस्नान, ये वचन के द्वारा हमें शुद्ध होने वाला कार्य के बारे में. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഹൃദയം പിന്മാറി പോകാൻ സാധ്യതയുണ്ട്. और ये सारे बात होने के बावजूद भी हमारे दिल प्रभु से पीछे हटने का खतरा है. അപ്പോൾ അങ്ങനെ ആ പിന്നിലേക്ക് പോകുമ്പോൾ इस रीति में अगर हम पीछे जाए, നമ്മൾ തിരിച്ചു വരുന്ന കാര്യവും 1-ാം മാസം 1-ാം തീയതി തന്നെ ചെയ്യണമെന്ന് അവിടെ എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. എസ്രാ പുസ്തകം 10:17. यदि अगर हम पीछे भी गया तो भी हमें लौट आने का कार्य भी पहला महीना का पहला दिन में करना चाहिए करके इसरा का किताब में എസ്രാ 10:17 उसका 10 अध्याय का 17 वचन में लिखा है. നമുക്കറിയാം, എസ്രയാണെങ്കിൽ അന്യദേശത്തു നിന്നും കർത്താവിന് ആലയം പണിയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. यहाँ पर हम जानते हैं कि इसरा भी अन्य देश में से वो प्रभु का मंदिर बनाने के लिए वहां पर उस देश में आया है. അപ്പൊ ജനത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതിനുള്ള ബന്ധത്തിൽ ചില നടപടികൾ അദ്ദേഹം സ്വീകരിക്കുന്നു. और लोगों को पवित्र करने के लिए इसरा ने कुछ कदम बढ़ाया. എസ്ര എന്താണ് ചെയ്യുന്നത്? അവിടെ യെരുശലേമിലുള്ള ജനം ജാതികളുമായിട്ട് ചേർന്ന് ദൈവത്തിന് അപമാനം വരുത്തുന്ന രീതിയിലാണ് ജീവിച്ചത്. यहाँ पर हम देखते हैं कि यरूशलेम में जो लोग थे वे लोगों ने जातियों के साथ मिंगल होकर के प्रभु का निंदा लाने का कार्य हुआ. അപ്പോൾ അന്യജാതികളെ വിവാഹം കഴിച്ച് ദൈവത്തിന് അപമാനം വരുത്തി. और अन्य जातियों के लोगों के साथ विवाह करके उन्होंने प्रभु का निंदा किया. അപ്പോൾ ആ കാര്യത്തിൽ അവര് അത് വിശുദ്ധീകരണത്തിന്റെ ഭാഗം തന്നെയാണ്. क्योंकि वो बात भी पवित्रता का एक बात है. എങ്കിലും ഇവര് ഭയങ്കരമായിട്ട് പിന്മാറ്റത്തിൽ പോയി. परंतु ये लोग बहुत ज्यादा पीछे चला गया. ഇത് തിരിച്ചു വരുന്ന കാര്യം അതാണ് നമ്മൾ വായിക്കുന്നത് 10:17. वहां पर उन लोगों को वापस लाने के बारे में वहां पर इसरा 10 अध्याय का 17 वचन में हम पढ़ते हैं. और पहले महीने के पहले दिन तक उन्होंने उन सब पुरुषों की जांच पूरी कर ली जिन्होंने अन्य जातीय स्त्रियों से विवाह कर लिया था. ഓക്കെ, അവിടെ അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ചവരോടുള്ള ബന്ധത്തിൽ അവര് വിശുദ്ധീകരണം എന്നാണ് അദ്ദേഹം, അല്ലെങ്കിൽ തിരിച്ചുവരവ് എന്നാണ് അദ്ദേഹം വരുത്തിയത്? 1-ാം മാസം 1-ാം തീയതി തന്നെ. यहाँ पर भी हम देखते हैं कि जो अन्य जातीय स्त्रियों के साथ विवाह हुआ था वो लोगों को वापस कब लाया? पहला महीना का पहला दिन को है. അത് ആരംഭിച്ചു. वो उसी दिन आरंभ किया. ദൈവത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. परमेश्वर का कोई भी बातों में मतलब ऐसा कॉम्प्रोमाइज करने वाला बात नहीं. കാരണം ദൈവത്തിന്റെ പുത്രനെ തരുന്നതിന് എന്നാ പിന്നെ ദൈവം ചിന്തിക്കുക, ഞാൻ പ്രധാന ദൂതനായ മീഖായേലിനെ കൊടുത്തേക്കാം, അങ്ങനെ ചിന്തിച്ചോ? प्रभु ने मैं ऐसा करूंगा, मैं अपना बेटा नहीं, मैं उस प्रधान दूत मिखाइल को देता हूँ, ऐसा प्रभु ने सोचा क्या? ഇല്ല. नहीं. ദൈവത്തിന് ഏകമാത്രമായിരുന്ന തന്റെ ഏകജാതനെ തരാൻ മടിക്കായ കൊണ്ട് प्रभु ने अपने एकलौता पुत्र को देने के लिए प्रभु इनकार नहीं किया. ദൈവം 1-ാം മാസം 1-ാം തീയതി തന്നെ അത് ചെയ്തു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുവാൻ അവനെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു തന്നു. जब हम देखते हैं कि परमेश्वर समय की पूर्णता में प्रभु ने और कुछ काम ना करते हुए अपने एकलौता पुत्र को स्त्री की संतान होकर जन्म लेने के लिए हमारे लिए सौंप दिया. അപ്പോൾ നമ്മളിത് വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ ഇതിന്റെ അനേക വാക്യങ്ങളുണ്ട് ഈ രീതിയിൽ. इसका बारे में बहुत से जगह पर इसका बारे में वचन दिया है. അപ്പോൾ നമ്മൾ പത്രോസ് ലേഖനത്തിൽ വായിച്ചതുപോലെ യേശുവിനെ കർത്താവായി നമ്മൾ എപ്പോഴും മാനിച്ച് അവനെ ബഹുമാനിക്കേണ്ട. അത് കർത്താവ് പറഞ്ഞല്ലോ, എന്റെ മുഖം ലഘുവാണ്, എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നൊക്കെ പറഞ്ഞത്
നമുക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ, നിരന്തരമായ ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിന് സമ്പൂർണമായ കർത്തൃത്വം കൊടുക്കണം. जब हमने देखा कि पत्रोस का पत्री में 3:15 में पढ़ा था कि हमेशा प्रभु यीशु मसीह को प्रभु मान करके पवित्र करना चाहिए, उस रीति में हमारे दिल को अगर सांत्वना मिलना है तो मत्ती की सुसमाचार 11 अध्याय का 29 वचन में जैसे हमने पढ़ता है देखता है कि मेरा जुआ हल्का है, मेरा जुआ लेकर मुझसे सीखो, तभी हमारा दिल को शांति मिलेगा. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത് അന്യസ്ത്രീകളെ വിവാഹം കഴിച്ച സഹോദരങ്ങളെ തിരിച്ചു വരേണ്ടത് 1-ാം മാസം 1-ാം തീയതി തന്നെ ആയിരിക്കണം. अभी यहाँ पर हमने जब एसरा का किताब में पढ़ा था कि जो अन्य जातियों के साथ ब्याह किया था वो लोग पहला महीना का पहला दिन में लौटाना चाहिए था. അത് യെരുശലേമിൽ പാർക്കുന്നവരെ കുറിച്ചാണ്. और ये बात यरूशलेम में रहने वाले लोगों के संबंध में. എന്നാൽ ബാബേലിൽ അനേക വർഷങ്ങളായി ബിസിനസ് ചെയ്ത് അവര് യെരുശലേമിലേക്ക് വരണമെങ്കിൽ ആ പുറപ്പെടുന്ന ദിവസവും 1-ാം ദിവസം 1-ാം തീയതി ആയിരിക്കണം. परंतु बाबेल में अभी तक बहुत से लोग गुलामी में पड़े हैं, तो यरूशलेम की ओर आने के लिए वो आने का जो डेट जो है वो दिन भी पहला महीना पहला दिन को होना चाहिए. നമ്മുടെ എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, एसरा नबी के किताब 7 अध्याय का 9 वचन में, एसरा 7 अध्याय का 9 वचन, पहले महीने के पहले दिन को वह बेबीलोन से चल दिया. പ്രൈസ് ദി ലോർഡ്. അവര് യെരുശലേമിലേക്ക് വരണമെങ്കിൽ എന്ത് പുറപ്പെടണം? अब वो लोग यरूशलेम की ओर आने के लिए वो लोग कब यात्रा शुरू करना चाहिए? അവർ 1-ാം മാസം 1-ാം തീയതി. वो पहला महीना का पहला दिन को. അങ്ങനെ വന്നവരാണ് ഈ സ്ത്രീകളുമായിട്ട് അന്യ ദൈവം അപമാനിച്ചവരെ കർത്താവിലേക്ക് തിരിക്കാൻ അവര് ജാഗ്രതയോടെ പറയുകയാണ്, 1-ാം മാസം 1-ാം തീയതി തന്നെ നിങ്ങൾ കാര്യം തീർക്കണം. इस रीति में यरूशलेम में आया हुआ लोगों को प्रभु कहता है पहला महीना का पहला दिन को ही तुम लोगों ने अपनी बात पूरा करना. അപ്പം എസ്രായും കൂട്ടരും ബാബേലിൽ നിന്നും പുറപ്പെട്ടത് എന്നാണ്? 1-ാം മാസം 1-ാം തീയതി. इसका मतलब एसरा और उनके साथ जो ढूंढे हैं वे लोग कब बाबेल से निकला? महीना का पहला दिन. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ബാബേലുണ്ട്. हमारा भी जीवन में इस प्रकार का बाबेल है. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരുവൻ സ്നേഹിക്കുന്നെങ്കിൽ ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഈ മൂന്നും ഒരു വിശ്വാസിയിൽ വന്നു കഴിഞ്ഞാൽ പിതാവിന്റെ സ്നേഹമേ ഇല്ല. പിതാവ് നമ്മെ സ്നേഹിച്ചതൊന്നും പുള്ളിക്ക് ഒരു വിഷയമല്ല. जब हमारा भी जीवन में बाबेल है, क्योंकि शरीर की इच्छा, आंखों की अभिलाषा और जीविका घमंड, ये सारे बात एक प्रकार का बाबेल है. इस प्रकार का बातों में रहने वाले लोगों को पिता के साथ कोई भी संबंध नहीं, प्रभु का पिता का कोई आदर नहीं. ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. प्रभु का वचन कहता है दुनिया से और दुनिया की बातों से प्रेम ना करे. നമ്മൾക്കറിയാം ദേമാസ് ലോകത്തെ സ്നേഹിച്ചു. हम जानते हैं कि देमास दुनिया को या संसार से प्रेम किया. അവന് ബാബേലിലേക്ക് തിരിച്ചുപോയി. ബാബേൽ എന്ന് കാണിക്കുന്നത് പുതിയ നിയമത്തിൽ ലോകത്തെയാണ്. वे बाबेल में लौट गया. बाबेल करके जो बताता है वो दुनिया को बताता है. അത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈജിപ്റ്റ് ആണെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാബേലാണ്. इसराइल के संबंध में वो मतलब इजिप्त है, परंतु हमारे संबंध में ये दुनिया है. അപ്പം ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ പൂർണ്ണമായും സെപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ബന്ധത്തിൽ അനുദിനമായി സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു, ലോകത്തിലേക്ക് നമ്മളെ വീണ്ടും വശീകരിച്ച് കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമിക്കും. प्रभु हमें हमेशा ये दुनिया से अलग करता है, दूर करता है, परंतु हमारे विरोधी शैतान हमें लोगों दुनिया की मोह में फंसाने के लिए वो हमेशा परिश्रम करता है. അപ്പോൾ ഇങ്ങനെ നമ്മള് ബാബേലിൽ നിന്നും വേർപെട്ടു. इसी प्रकार हम बाबेल से अलग हो गया. നമ്മുടെ ജീവിതത്തിലെ ധാർമ്മിക മൂല്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ അങ്ങനെയുള്ള എല്ലാ ലോകപരമായ കണക്ഷനും നമ്മൾ വിട്ടു. हमारा धार्मिक जीवन के अनुसार हम दुनिया के हर एक संबंध को छोड़ दिया. ക്രിസ്തു നമുക്ക് സർവസ്വത്തിൽ സർവവുമാണ്. और यीशु मसीह हमारा जीवन की सब कुछ है. ഇങ്ങനെ പോകുമ്പോൾ इस रीति में हम जब जाता है നമ്മളോട് ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കും. और ऐसा अवस्था में प्रभु हमसे बात करते ही रहेगा. ദൈവം എസ്കേലിനോട് സംസാരിക്കുന്നത് എന്താണ്? എസ്കേൽ പ്രവചനം 29:17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. जब एसेकियल नबी से प्रभु जो एहेजकेल से बात किया, एहेजकेल नबी किताब 29 अध्याय का 17 वचन में, एहेजकेल 29 अध्याय के 17 वचन, एहेजकेल या एसेकियल उसका 29 अध्याय का 17 वचन. फिर 27वें वर्ष के पहले महीने के पहले दिन को यहोवा का यह वचन मेरे पास पहुंचा. പ്രൈസ് ദി ലോർഡ്. യഹോവ എസ്കേലിനോട് സംസാരിച്ചത് എന്നാണ്? एहेजकेल से प्रभु ने कब बात किया? 30-ാം തീയതി 30-ാം മാസത്തിലല്ല. उसका 30वां दिन, महीना का 30वां दिन में नहीं. ഇത് പറഞ്ഞ അർത്ഥം എന്താണ്? उसका अर्थ क्या है? എസ്കേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സംസാരിക്കാൻ മുൻ നമ്മൾ കണ്ട ഈ മാനദണ്ഡങ്ങൾ പാലിച്ച വ്യക്തിയാണ്. एहेजकेल के संबंध में प्रभु बात करने के लिए
वो व्यक्ति प्रभु का उन विधियों को माना हुआ व्यक्ति है। ദൈവം അവനെ പ്രവാചകനായി തിരഞ്ഞെടുത്തതിൽ ദൈവത്തെ മാനിച്ചും ദൈവത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന, കാരണം യേസ്കേലിനോട് ദൈവം പറയുന്ന ചില കാര്യങ്ങളൊക്കെയും നമ്മൾ കേട്ടാൽ നമുക്കത് ചെയ്യാൻ തോന്നത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ യേസ്കേലിനോട് ദൈവം പറയുന്നു, അതെല്ലാം അനുസരിച്ച വ്യക്തിയാണ്. यहेजकेल को प्रभु ने चुना और भविष्यवाणी नियुक्त किया, तो यहेजकेल ने प्रभु ने जो भी बातें कहा वो सारे बातों को माना हुआ एक भविष्यवक्ता है। അപ്പൊ ദൈവത്തെ മാനിക്കുന്ന വ്യക്തിയോട് ദൈവം സംസാരിക്കുമ്പോൾ ഒന്നാം ദിവസം തന്നെ സംസാരിച്ചിരിക്കും. जब प्रभु को सम्मान करने वाले व्यक्ति को प्रभु जब सम्मान करता है तो वो पहला महीना का पहला दिन को ही प्रभु बातें करता है, പക്ഷെ നമ്മളോട് ദൈവം ഒന്നും പറയുന്നില്ല. परंतु हमसे प्रभु कुछ भी नहीं कहता। നമ്മൾ ഒരുപാട് അങ്ങോട്ട് പറയുന്നുണ്ട്, हम बहुत कुछ प्रभु से कहता है, നമുക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. हमको प्रार्थना भी है, പക്ഷെങ്കിൽ നമ്മൾ ആ പ്രോപ്പറായ മാനദണ്ഡം പാലനം ദൈവവചനം വായിച്ച് മനസ്സിലാകുന്നില്ല. हम लोग प्रभु का उस व्यवस्था के अनुसार हम पढ़ते नहीं, इसलिए वचन पढ़ने के समय में हम कुछ समझते नहीं। നമ്മുടെ മനസ്സ് അങ്ങ് അന്ധകാരത്തിലായിരിക്കുകയാണ്. हमारा मन बहुत अंधकार में है, കാരണം വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. वचन जब पढ़ता है तो प्रभु हमसे बात करता है വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. और वचन हमारे हृदय में आता है। നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് യെരമ്യാവ് പറയുന്ന പോലെ ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു और जैसे यिर्मयाह कहता है कि मैंने तेरा वचन को पाकर खा लिया, എന്ന് പറഞ്ഞാൽ അർത്ഥം ചുമ്മാ അങ്ങ് വേദപുസ്തകം തുറന്നങ്ങ് വായിക്കായിരുന്നില്ല. ये सिर्फ ऐसा खोल करके नहीं पढ़ रहा था, അവൻ ദൈവവചനത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുകയാണ്. वो हमारे वचन के द्वारा प्रभु का खोज कर रहे थे। നിരന്തരം വചനത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനെ കണ്ടെത്തുന്നു. वो हमेशा वचन के द्वारा प्रभु का खोज में लगा रहता है तो वो प्रभु को पाता है। ഏലിയുടെ സമയത്ത് ദർശനം ഏറെ ഇല്ലായിരുന്നു, വചനം ഏറെ ഇല്ലായിരുന്നു. एली के समय में हम देखते हैं कि दर्शन नहीं थे, वचन कम थे, വചനം വളരെ ദുർലഭമായിരുന്നു. वचन बहुत कम थे। എന്നാൽ ശമൂവേലിന് ദൈവം വചനത്തിലൂടെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. परंतु शमूएल के साथ प्रभु वचन के द्वारा अपने आप को प्रकट करते रहा। അത് ക്രിസ്തുവിനെ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് വചനത്തിലൂടെയാണ്. ये मसीह को हमें जो प्रभु प्रकट करके दिया वो वचन के द्वारा है। നിന്റെ വചനം എനിക്ക് ആനന്ദവും സന്തോഷവും എന്റെ ഹൃദയത്തിന് ഭയങ്കര സന്തോഷമായി. ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവൻ നമുക്ക് മധുരമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. जब वो वचन हमारे जीवन में जब ध्यान करता है या प्रभु हमारे जीवन में प्रकट होता है तो हमारे दिल में बहुत हम आनंद से भर जाता है। അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എപ്പോഴാണ്? जब परमेश्वर हमसे कब बात करता है? യെസ്കേൽ ചെയ്യുന്നത് ദൈവം സംസാരിക്കുമ്പോൾ ഉടനെ തന്നെ ദൈവത്തിൽ നിന്ന് പറഞ്ഞത് വെളിച്ചെന്ന് പറയുകയാണ് യെസ്കേൽ ചെയ്യുന്നത്. यहेजकेल जो भी काम किया, प्रभु ने जो भी कहा वो जाकर के बाहर जाकर के लोगों से बताया। അപ്പൊ ജനങ്ങളോട് ദൈവവചനം പറഞ്ഞതും 1 മാസം 1 തീയതിയാണ്. इसका मतलब लोगों के साथ भी प्रभु ने जो बातें किया वो पहला महीना का पहला दिन को है। കാരണം നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ ദൈവം അങ്ങനെ ഇന്ന് സംസാരിക്കുന്നത് പോലെ അല്ല, പ്രവാചകന്മാരോടൊക്കെയാണ് നേരിട്ട് സംസാരിച്ചിരുന്നത്. पुराने नियम में हम जानते हैं कि आज जैसे प्रभु बात करते हैं वैसा नहीं, भविष्यवक्ताओं के द्वारा उन लोगों से बात करते थे। നമ്മൾ യെരമ്യാവിലൊക്കെ വായിക്കും, ഞാൻ എന്റെ പ്രവാചകന്മാരിലൂടെ ദിനംതോറും രാവിലെ നിങ്ങളോട് സംസാരിച്ചു എന്ന് അനേക വാക്യങ്ങളുണ്ട്. जब यिर्मयाह के द्वारा या भविष्यवक्ताओं के द्वारा प्रभु कहता है कि मैं रोज मेरे हमारे दासों के द्वारा तुम लोगों से बात किया करके हम लोग कई बार पढ़ते। ഞാനത് ഇരുട്ടിലല്ല വെളിച്ചത്തിലാണ് നിങ്ങളോട് പറഞ്ഞത്. वो मैं अंधेरे में नहीं ज्योति में बात किया करके कहा। അപ്പോൾ യെസ്കേൽ ഈ ദൈവത്തിന്റെ സംസാരം കേട്ടിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് ചിന്തിക്കത്തില്ല. यहेजकेल जब भी प्रभु का वचन सुनने के बाद में मैं 2 दिन के बाद बताऊंगा ऐसा कभी नहीं सोचता। ദൈവം അവരോട് പറഞ്ഞാൽ ഉടനെ പിന്നെ പുറത്തു പോകുകയായി. जब प्रभु बात किया तुरंत वो बाहर जाते हैं। അപ്പൊ യെസ്കേൽ ദൈവജനത്തോട് ദൈവവചനം പറഞ്ഞത് എപ്പോഴാണ്, അല്ലെങ്കിൽ സുവിശേഷം അറിയിച്ചത് എപ്പോഴാണ്? यहेजकेल जब परमेश्वर का लोगों के साथ प्रभु का वचन कब बांटा? 1 മാസം 1 തീയതി. पहला महीना का पहला दिन। കാരണം ദൈവം അവരോട് സംസാരിച്ചെന്താണ്? जब हमारे परमेश्वर ने यहेजकेल से कब बात किया? कब बात किया? पहला महीना का पहला दिन में। ഓക്കെ, പൗലോസ് അത് പറയുന്നുണ്ട്. ഞാൻ ഒന്നാമത്, നമ്മൾ വേണമെങ്കിൽ നമുക്ക് വാക്യം വായിക്കാം, അത് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ पौलुस भी ये बात को कहता है कि पहला कोरिन्थी उसकी 15 अध्याय में ഞാൻ ഒന്നാമത് നിങ്ങളെ അതിന്റെ 15 അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. उसका पहला कोरिन्थी 15 अध्याय उसकी पहला वचन में हम पढ़ता है। हे भाइयों, अब मैं तुम्हें वही सुसमाचार बताता हूँ जो पहले सुना चुका हूँ। ഞാൻ ഒന്നാമത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്, വിശ്വാസ നിങ്ങൾ നിങ്ങളോട് സൂക്ഷിച്ചിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിന് പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവെഴുത്തിന് പ്രകാരം 3-ാം ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പ്രത്യക്ഷനായത് എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് നിങ്ങളെ ആദ്യമായി അറിയിച്ചത്. അതിന്റെ 15-ന്റെ 5-ാം വാക്യത്തിലുണ്ട്.
उस 15 अध्याय का 5 वचन में है। ആദ്യമായി എന്ന് പറഞ്ഞ അർത്ഥം ഫസ്റ്റ്. आप पढ़िएगा 15 अध्याय का 5 वचन, 4 से पढ़िएगा। और वह गाड़ा गया और पवित्र शास्त्र के अनुसार तीसरे दिन, इस कारण मैंने सबसे पहले तुम्हें yes, बात yes. पहुंचा दी Okay. जो तुम्हें बस तीसरे- യെസ് യെസ്. 3 അപ്പൊ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയ കാര്യം അദ്ദേഹം ഉടനെ അങ്ങ് പറയുകയാണ്, നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണുമ്പോൾ ഞാൻ രാഷ്ട്രീയമൊന്നും അല്ല നിങ്ങളോട് പറഞ്ഞത്. मतलब हिंदी में 15 अध्याय का 3रा वचन है। वो कहता है कि मैं जब तुम्हें पहले जब मिला, मैं ये दुनिया की बातें नहीं कहा। അപ്പോൾ നമ്മൾ ഈ മുൻ പറഞ്ഞ ചില മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമുക്ക് പാപപരിഹാരത്തിനായി ഒന്നാം ദിവസം ഒന്നാം തീയതി തന്നെ ലഭിച്ചതും അവന്റെ ശുദ്ധീകരണം ഒന്നാം ദിവസം ഒന്നാമത് ചെയ്തതും ദൈവത്തെ ഈ രീതിയിൽ മാനിച്ച് എല്ലാവിധമായ ലോകകാര്യങ്ങളിൽ നിന്ന് വേർപെട്ട് ഹൃദയം കർത്താവിനായി വേർതിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. ആ വചനം നമ്മൾ താമസിക്കാതെ തന്നെ ഉടനെ തന്നെ നമ്മൾ സഭയിലോ അല്ലെങ്കിൽ സഹോദരന്മാരോടോ നമ്മൾ പറയുകയും വേണം. इसका मतलब क्या है कि प्रभु को हमारे लिए हमारा अलग किया और वो प्रभु को हमारे लिए दे दिया। ये सब कब किया? पुराने नियम के अनुसार पहला महीना पहला दिन को दिया। तो जब हम प्रभु को प्राप्त करता है तो उसके लिए हम देरी ना करते हुए दूसरे लोगों को जाकर के तुरंत हमें इस बात का गवाही देना चाहिए। നമ്മൾ എന്താ ചെയ്യുന്നത്? परंतु हम क्या करता है? കർത്താവിന് ദാസൻ വചനം പറയുന്നുണ്ടല്ലോ, प्रभु का दास भजन बोलता है, അത് മതി. उतना बहुत काफी है। ദൈവം എന്നോട് നേരിട്ട് വന്നാൽ മിണ്ടോ ചോദിച്ചാൽ ഒന്നും മിണ്ടുന്നില്ല. प्रभु मैं बात करता है तो भी प्रभु मेरे से बात नहीं करता। കർത്താവിന്റെ ദാസന്മാര് പറയുന്ന ഈ മർമ്മം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ആദ്യം തന്നെ ആത്മാവ് നമ്മൾ ഇടപെട്ടുകൊണ്ടേയിരിക്കണം. प्रभु का दास लोगों के द्वारा आने वाला उन वेद की बातों को हमें समझना है तो हम प्रभु का वचन भर मनन करते रहना चाहिए। അപ്പോസ്തലന്മാര് പറഞ്ഞത് എങ്ങനെയാണ് ലുദിയ മനസ്സിലാക്കിയത്? जब प्रेरित लोगों ने जो कहा वो बात लुदिया ने कैसे समझा? അത് കാരണം ഇത് സ്വർഗത്തിലെ കാര്യമാണ്, ഭൂമിയിലുള്ള കാര്യമല്ല ഈ പറയുന്നത്. ये बातें स्वर्गीय बातें है, दुनिया की बातें नहीं बोल रहे। അത് ദൈവാത്മാവ് നമുക്ക് ഗ്രഹിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. यदि पवित्र आत्मा हमको वो बात को ना समझाए तो हम नहीं समझेगा। ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു, എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാനുള്ള കൃപ കൊടുത്തു. परंतु यहाँ पर हम देखते हैं कि जब हम प्रचार कर रहे थे तब लुदिया का दिल को प्रभु ने खोल दिया। बोलने का अर्थ क्या है कि उसको समझने के लिए प्रभु ने मदद किया। അപ്പൊ നമുക്ക് വ്യക്തിപരമായ നിലയിൽ വേദപുസ്തകം വായിക്കുമ്പോൾ വചനം വെളിപ്പെട്ടാൽ സഭയിലെ ശുശ്രൂഷ എത്ര അനുഗ്രഹമായിട്ട് നമുക്ക് പ്രയോജനപ്പെടും. मगर हम व्यक्तिगत जीवन में अगर हम प्रभु का वचन का प्रकाश पाएगा तो मंडली की सेवा में हम कितना अधिक प्रभु के लिए उपयोगी बनेगा। അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കുന്നതും നമ്മൾ ജനത്തോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും സംസാരിക്കുന്നതും ഒന്നാം മാസം ഒന്നാം തീയതി തന്നെ ആയിരിക്കണം. കാരണം അതിന് ഗ്യാപ്പ് ഇടാൻ പാടില്ല. बोलने का अर्थ क्या है कि जो भी प्रभु का वचन हमारे पास आता है वो बात हम लोगों को भी देता है। जो पुराना नियम के अनुसार पहला महीना पहला दिन को वो बात मिला तो उसी समय में तुरंत और लोगों को भी बांटा, वैसे हमें करना चाहिए। ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തത് എപ്പോഴാണ്? इस्राएल जन को प्रभु ने मन्ना कब दिया? ഒരു ദിവസം ആരംഭത്തിൽ തന്നെ. एक दिन में जब सुबह होता है वो सुबह का दिन समय में ही दिया। എന്നാൽ ആരും ഇനി ദൈവം നാളെ അത് തരുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഒന്നും കരുതി വെക്കേണ്ട ആവശ്യമില്ല. परंतु कोई भी जन को प्रभु शायद कल नहीं दिया तो इसलिए उसको बटोर कर रहने का जरूरत नहीं। എന്നാൽ വചനം പഴയതായി പോകരുത്. प्रियो, प्रभु का वचन हमारे पास पुराना नहीं होना चाहिए। അത് പിറ്റേ ദിവസത്തേക്ക് നീ കരുതരുത്. वो दूसरा दिन के लिए आप प्रबंध ना करें। അപ്പൊ ഇന്ന് കിട്ടുന്ന പ്രകാശം നമ്മള് വേറൊരു ദിവസം എന്നുള്ള രീതിയിലാക്കാതെ ഇന്ന് തന്നെ അത് പ്രയോജനപ്പെടുത്തണം. आज मिलने वाला प्रकाश आज ही हम लोगों को देना चाहिए, आज ही उसको उपयोग में लाना चाहिए। കാരണം ദൈവമക്കൾക്ക് സൂക്ഷിച്ചു വെക്കണം. കാരണം ദൈവവചനം എല്ലാ ദിവസവും സപ്ലൈ ചെയ്യും. क्योंकि उस बात को प्रभु का लोग एकत्रित करके इकट्ठा करके रखने के लिए नहीं, प्रभु हर रोज बात करता है। കർത്താവ് അതാണ് തിബരിയസ് കടൽക്കലിൽ വെച്ച് പറഞ്ഞത്, നിങ്ങൾ ഈ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം അത് ദൈവപുത്രനായി ഞാൻ തരും, എല്ലാ ദിവസവും തരും. प्रभु ने इसलिए कहा कि तुम इस नाशवान भोजन के लिए परिश्रम ना करो, हमेशा बना रहने वाला अनंत जीवन की बातों के लिए परिश्रम करो, वो मैं तुम्हें दूंगा। നമുക്ക് മിസ്രയീമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ തന്റെ ജനത്തിന് ആ യോസഫ് ആഹാരം കൊടുത്തതുപോലെ കർത്താവിനെ ദൈവം സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് തന്റെ ജനത്തിന് ആഹാരം തരാൻ വേണ്ടി. जब मिस्र में बहुत अकाल आया उस समय में उस लोगों को खिलाने के लिए योसेफ को प्रभु ने प्रबंध कर करेगा। उसी रीति में हमारे लिए सब कुछ देने के लिए पिता ने पुत्र को मोर करके लगाया। അപ്പൊ ഈ പറഞ്ഞ ചട്ടങ്ങൾ നമ്മൾ ഒന്നാം മാസം ഒന്നാം തീയതി പാലിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ഇപ്പം കറണ്ടായിട്ട് സംസാരിക്കുന്നത് ദൈവം നമ്മളെ മാനിക്കുന്നതല്ലേ? इसका मतलब आज ये जो पुराना नियम है पहला महीना पहला तारीख को ये सब करना चाहिए। इस रीति में आज भी जो प्रभु हमसे बात करता है तो वो प्रभु हमें आदर नहीं कर रहा है।
Praise the Lord. Praise the Lord. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ എത്രമാത്രം മാനിച്ചുകൊണ്ടാണ്. प्रभु हमसे जब बात करता है तो वो हमारा कितना आदर करते हुए बात करता है. കാരണം നമുക്കത് ആ ദൈവമാണ് എന്നോട് സംസാരിക്കുന്നുള്ള ആ മൂല്യത കാണുമ്പോൾ ദൈവം മാനിക്കുന്ന വ്യക്തി എത്രമാത്രം ദൈവം നമ്മളെ മാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. प्रभु मुझसे बात कर रहा है, उसका महत्व अगर हम जानेगा तो प्रभु हमसे अभी भी बात कर रहा है. ये देखो, നമ്മളെ ദൈവത്തെ മാനിക്കുമ്പോൾ അവൻ നമ്മളെ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. जब हम प्रभु का सम्मान करता है तो प्रभु वचन के द्वारा हमारा आदर करते जा रहा है. ഇപ്പൊ ദൈവമക്കൾ കൂടി വരുമ്പോൾ ദൈവം സംസാരിച്ച വിഷയങ്ങളാണ് ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത്. जब भी प्रभु के लोग इकट्ठा होता है तो प्रभु ने जो बातें किया वही बात आपस में बात करता है. ദൈവം സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണോ സംസാരിച്ചത് എന്നവൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. इसका मतलब प्रभु ये बात पर ध्यान देता है कि जो प्रभु ने कहा वो बातें वे लोग करता है क्या. അങ്ങനെ യഹോവയുടെ കാര്യങ്ങൾ ഭൂമിയിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ദൈവത്തിന്റെ കയ്യിൽ ഒരു സ്മരണയുടെ പുസ്തകം തന്നെയുണ്ട്. इसका मतलब जो प्रभु ने कहा हुआ बातों को अगर हम आपस में बात करेगा तो उस बात को लिखने के लिए प्रभु के पास एक स्मरण का या यादाइश का एक किताब भी है. നമുക്കത് മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ जब हम मलाकी की किताब उसका 3रा अध्याय उसकी 16 वचन में पढ़ता है, അവിടെ 16-ാം വാക്യത്തിൽ വായിക്കുകയാണ്. उसका 16 वचन में तब यहोवा का भय मानने वालों ने आपस में बात की और यहोवा का ध्यान धरकर उसकी सुनता था. और जो यहोवा का भय मानते और उसके नाम का सम्मान करते थे उनके स्मरण के निमित्त उसके सामने एक पुस्तक लिखी जाती थी. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഭക്തന്മാർ സംസാരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കാത്ത കാര്യമാണോ നമ്മൾ പറയുന്നത്? इसका मतलब क्या है कि हम पवित्र लोग जब आपस में बातें करता है तो प्रभु ने ना कहा हुआ बात हम करता है क्या? കർത്താവ് തരാതെ നമുക്കൊന്നുമില്ല. प्रियो, प्रभु देते बिना हमारे पास कुछ भी नहीं. നമ്മുടെ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ നമ്മൾ നോക്കുക. जब मार्ता और मरियम का घर में आप देखें, കർത്താവ് സംസാരിച്ച സഹോദരിയും കർത്താവ് സംസാരിക്കാത്ത സഹോദരിയും തമ്മിലുള്ള വ്യത്യാസം. प्रभु ने जो बात किया वो बहन और प्रभु ने बात नहीं किया वो बहन का आपस का जो फर्क. കർത്താവ് നേരിട്ട് അക്ഷരീയമായി സംസാരിച്ചെങ്കിലും ദൈവം മാനിച്ച് വചനം കൊടുത്ത ആ മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവനെ മാനിക്കുകയായിരുന്നു. जब प्रभु ने सबसे बात किया लेकिन प्रभु को आदर किया वो मरिया प्रभु की उपस्थिति में बैठ करके प्रभु का सम्मान किया. അവിടെ നമ്മള് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കണ്ട, നിന്റെ ഭക്തന്മാർ നിന്റെ കാൽക്കൽ ഇരുന്നേ വചനം പ്രാപിക്കും. അപ്പൊ കാൽക്കൽ ഇരിക്കുക എന്നുള്ളത് ദൈവത്തെ മാനിക്കുകയാണ്. व्यवस्थावरण 33 अध्याय में हम देखते हैं कि तेरा भक्त लोग तेरी पादस्थान में बैठ करके तेरा वचन पाते हैं. मतलब पादस्थान में बैठना ये प्रभु का आदर करना है. മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു. मरिया प्रभु का पादस्थान में बैठा. അപ്പൊ കർത്താവ് പറയാണ്, तब प्रभु कहता है, മാർത്തയെ നീ പലതിനെ ചൊല്ലി ചിന്തിച്ചും ഭാരപ്പെട്ടു. എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവളിൽ നിന്ന് ആരും അത് എടുത്തുകൊണ്ട് പോവുകയില്ല. അത് മതി, ഒന്ന് മതി. मार्ता से प्रभु कहता है कि हे मार्ता तुम बहुत से बातों का बोझ लेकर चिंता में है, परंतु मरियम ने एक अच्छा अंश को चुन लिया, वो काफी है, वो अच्छा है. वो मन प्रभु उसका बारे में तारीफ करके कहता है, ഒന്ന് മതി, वो एक ही बात काफी है, എന്നെ മാനിച്ചാൽ മതി. सिर्फ मेरी आदर करना. നമ്മൾ അവന്റെ കാൽക്കലേക്ക് വീണ് हम उसकी पादस्थान में गिरकर ആ മറിയ അല്ലെങ്കിൽ പട്ടണത്തിലെ പാവിനിയായ സ്ത്രീ എന്താ ചെയ്തത്? അവൾക്ക് കിട്ടിയ ആ നന്മ കിട്ടിയപ്പോൾ, അവളെ ദൈവം മാനിച്ചപ്പോൾ അവൾ അവന്റെ കാൽക്കൽ വീണ് അവന്റെ പാദവീടും ചുംബിച്ച് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് അവിടെ, ആ കൂട്ടായ്മയാണ് അവൾ കിട്ടിയത്. उस पावनी स्त्री ने प्रभु की उपस्थिति में आकर क्या किया? वो प्रभु का पादस्थान में गिर करके प्रभु को सम्मान किया. कितना अच्छा एक आदर प्रभु से उन्होंने भी पाया. അപ്പോൾ നമ്മള് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു ചെറിയ വിവരണമാണ് നമ്മൾ കേട്ടത്. इसका मतलब अभी तक हमने क्या सुना? जो प्रभु की आदर करेगा, प्रभु उनका आदर करेगा, उसका बारे में एक छोटा सा एक विवरण आपने अभी तक सुना. ഇനി ഇവിടെ വെച്ച് തന്നെ മാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വചനം തന്നുകൊണ്ട്. अभी भी प्रभु हमारे आदर कर रहा है क्योंकि प्रभु हमें रोज प्रभु का वचन दे रहा है. ഇനി വലിയൊരു ബഹുമാനത്തിന് ദിവസം കിടക്കും. अभी एक बहुत बड़ा एक आदर का दिन अभी हमारे सामने है. ഓ പ്രൈസ് ദി ലോർഡ്. ओ प्रभु का धन्यवाद. ദൈവം മാനിക്കുന്നത് എങ്ങനെന്ന് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയം തോന്നിയിട്ടില്ല. प्रियो, प्रभु कैसे आदर करेगा वो किसका आंखों में नहीं देखा, किसका कान में नहीं सुना और किसका चित्त में नहीं चढ़ा. എങ്ങനെയുള്ളവരെ? ദൈവത്തെ സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ ദൈവത്തെ മാനിക്കുന്നവരെ. किनको? जो प्रभु को प्रेम करते हैं. പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. നമുക്ക് ആ ദിവസത്തിനായി ഒരുങ്ങാം. हम वो दिन के लिए इंतजार में होकर के हम तैयारी करें. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. प्रभु हमारा सहायता करे. प्रभु का अनुग्रह आप सबके साथ हो. आमीन.